ഏകദേശം ഒരു 2:30 മണിയോടുകൂടി നമ്മൾ ആംബർ ഫോർട്ടിലെത്തി. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് 4 മുറ്റങ്ങളും അതിനു ചുറ്റും കെട്ടിടങ്ങളും എന്ന ഘടനയിലാണ് കേട്ടോ. കോട്ടയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം എത്തുക ജലേബ് ചൗക്ക് എന്ന മുറ്റത്തേക്കാണ്. 3 കവാടമുണ്ട് ഈ മുറ്റത്തിന്. നടന്നു വരുന്നവർ സൂരജ് പോൾ എന്ന കവാടം വഴിയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ചാന്ത് പോൾ എന്ന കവാടം വഴിയാണ് വണ്ടിയിൽ വരുന്നവർ കയറാറ്. ഈ രാജഭരണകാലത്തെ വിശേഷ വ്യക്തികൾ സൂരജ് പോൾ വഴിയും പൊതുജനങ്ങൾ ചാന്ത് പോൾ വഴിയുമാണ് പോലും കയറാറ്. 1699 മുതൽ 1749 വരെയുള്ള സവായി ജയ്സിങ്ങിൻ്റെ കാലത്താണ് ഇത് പണി തീർത്തത്. രാജാവിൻ്റെ അംഗരക്ഷകരൊക്കെ ഇവിടെയാണ് പരേഡ് നടത്തിയിരുന്നത്. മുറ്റത്തിൻ്റെ തെക്കേയറ്റത്തുള്ള സിംഹപോൾ വഴിയാണ് അടുത്ത മുറ്റത്തേക്ക് കയറാറ്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ മുറ്റം. ഈ മുറ്റത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ദിവാനിയാം എന്ന പൊതുസഭ സ്ഥിതി ചെയ്യുന്നത്. 1589 മുതൽ 1614 വരെയുള്ള രാജ മാൻസിങ്ങിൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. രാജഭരണകാലത്ത് സഭാ സമ്മേളനങ്ങളും ആഘോഷങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോലും സംഘടിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ തൂണുകൾക്ക് രജപുത്ര ശൈലിയിലുള്ള ആനയുടെ തലയുടെയും തുമ്പിക്കയുടെയും രൂപത്തിലുള്ള കൊത്തുപണികളാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്ന മഹോദ തടാകം കാണാൻ പറ്റും കേട്ടോ. ഈ മുറ്റത്തിൻ്റെ തെക്ക് ഭാഗത്ത് 3ാമത്തെ മുറ്റത്തേക്ക് എത്താവുന്ന ഗണേഷ് പോൾ എന്ന കവാടമാണ്. ഈ ഗണേഷ് പോളിന് മുകളിൽ സുഗഹ മന്ദിർ എന്ന അറയുണ്ട്. രാജഭരണകാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഇവിടെ നടക്കുന്ന ഭരണ നടപടികൾ വീക്ഷിക്കാനാണ് പോലും ഈ അറ ഉപയോഗിച്ചിരുന്നത്. ഗണേഷ് പോളിലൂടെ നടന്ന് നമ്മൾക്ക് 3ാമത്തെ മുറ്റത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ കോട്ടയുടെ 3ാമത്തെ മുറ്റത്തേക്ക് എത്തി കേട്ടോ. ഇതിന് കിഴക്ക് വശത്തായിട്ട് മുഗൾ ശൈലിയിൽ വെണ്ണക്കല്ലിൽ തീർത്ത ദിവാനിഗാസ് അല്ലെങ്കിൽ ജയമന്ദിർ എന്നറിയപ്പെടുന്ന ഒരു സ്വകാര്യ സഭയുണ്ട്. ഇതിനകത്ത് ചുമരും മച്ചും ഒക്കെ കണ്ണാടിയിലെ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ശീഷ് മഹൽ അല്ലെങ്കിൽ കണ്ണാടി മന്ദിരം എന്ന് വിളിക്കാറുണ്ട്. 1621 മുതൽ 67 വരെയുള്ള രാജ ജയ്സിങ്ങിൻ്റെ കാലത്താണ് ദിവാനിഗാസ് പണി തീർത്തത്. രാജാവ് തൻ്റെ വിശിഷ്ട വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഈ മാളികയിൽ വെച്ചാണ് പോലും. ഇതിന് എതിർവശത്ത് സുഗനിവാസ് എന്ന വെണ്ണക്കല്ലിൽ തീർത്ത മറ്റൊരു മാളിക കൂടിയുണ്ട് കേട്ടോ. മുഗൾ ശൈലിയായ ചാർബാഗ് രീതിയിലുള്ള ഒരു പൂന്തോട്ടം ദിവാനിഗാസിന് മുൻപിലായിട്ടുണ്ട്. അംബർകോട്ടയുടെ ഏറ്റവും തെക്ക് വശത്തുള്ളതും ഏറ്റവും പഴക്കമേറിയതുമായ ഭാഗമാണ് കേട്ടോ മാൻസിംഗ് ഒന്നാമൻ്റെ കൊട്ടാരം. ഇത് 4ാമത്തെ നടുമുറ്റത്തിന് ചുറ്റുമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1599 ഈ കൊട്ടാരത്തിൻ്റെ പണി തീർത്തിരിക്കുന്നത്. 25 വർഷമെടുത്തു ഈ കൊട്ടാരത്തിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഈ കോട്ടയുടെ പടിഞ്ഞാറ് വശം സ്ത്രീകളുടെ അന്തപുരമാണ്. ഇതിന് ജനാനി ഡിയോഡി എന്നാണ് വിളിക്കാറ്. മുറ്റത്തിന് ഒത്ത നടുവിൽ നിരവധി തൂണുകളോടുകൂടിയുള്ള ബരാദാരി എന്നൊരു മണ്ഡപമുണ്ട്. കൊട്ടാരത്തിനകത്ത് ഇടുങ്ങിയുടെ ചില വഴികളും ചുവർ ചിത്രങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ.